ഉസ്താദെ, വളരെ നന്ദിയുണ്ട് കേട്ടാ. ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു കടയിടാനും പറ്റി. കുറേ കാലത്തെ സ്വപ്നമായിരുന്നു ഒരു സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന്. അപ്പം അതും നടന്ന് ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്കും എനിക്കുള്ളൊരു വലിയൊരാഗ്രഹമായിരുന്നു. അത് സാധിച്ചു കിട്ടി. ഒരുപാട് നന്ദിയും കടപ്പാടും നിങ്ങളോടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജാതി ഭേദമന്യേ നമുക്ക് കയറിച്ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്തായാലും അത് പറയാൻ പറ്റിയ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് അൻസാർ സുഹരി ഉസ്താദ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിന് ഉദാഹരണങ്ങളാണ്. ഇതര മതസ്കരെയെല്ലാം തീർച്ചയായിട്ടും സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും തീർച്ചയായിട്ടും കൂട്ടിപ്പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഇതിനു മുന്നേ രാഹുൽ ഈശ്വർ അടക്കമുള്ള നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഘപരിവാര രാഷ്ട്രീയ ശക്തികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചോരക്കും അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ തള്ളിപ്പറയുന്നതും. ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ്. ആലപ്പുഴ ചേർത്തലയിൽ നിന്നും സഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചു. വളരെ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഗൗരി നന്ദന എന്ന് പറയുന്ന ഒരു സഹോദരി നമ്മുടെ അൻസാർ സുഹരി ഉസ്താദിന് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഉസ്താദെ, എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിട്ട് തരാൻ ഉസ്താദ് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന ഗൗരി നന്ദനയുടെ ആ ഒരു വോയിസ്, ഇടറുന്ന സ്വരം, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരി. അദ്ദേഹം തീർച്ചയായിട്ടും അത് കേട്ട ഉടനെ ആ സഹോദരിക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്, കൂട്ടിപ്പിടിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന സഹായം അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ആ സഹോദരിയുടെ അമ്മക്ക് അസുഖമാണ്, ആ മോൾക്ക് അസുഖമാണ്. 26 വർഷത്തോളമായി വാടക വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മോളുടെ വോയിസും അതിന് ഉസ്താദ് കൊടുത്ത മറുപടിയും ആദ്യമായി നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ഗൗരി എന്നാണ്. ഞാൻ മുഹമ്മദ് എന്നാണ് വിളിക്കണേ. എനിക്ക് അച്ഛനില്ല, അമ്മയ്ക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കുകയെ. എനിക്ക് ലിവറിന് കംപ്ലൈൻ്റ് ആയിട്ട് വയ്യാണ്ടിരിക്കുവാണ്. അപ്പം ഇവിടെ ഞങ്ങളുടെ ചിലവും കാര്യമൊന്നും നോക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. എൻ്റെ പഠിത്ത കാര്യം നോക്കാനാണെങ്കിലും ഒന്നും അമ്മയ്ക്ക് പറ്റണില്ല. അപ്പം എനിക്കൊരു ചെറിയൊരു കട ഇടാനായിട്ട് ഉസ്താദ് ഒന്ന് സഹായിക്കുക. നിങ്ങൾ ഈ കേട്ട ശബ്ദമുണ്ടല്ലോ, കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗൗരി നന്ദനയുടെ ശബ്ദമാണ്. ഗൗരി നന്ദനയുടെ വീടിന്റെ മുന്നിലായിരിക്കും. ഇതൊരു വാടക വീടാണ്. അതുമാത്രമല്ല, എന്നെ വല്ലാതെ സ്പർശിച്ചൊരു വിഷയം, ഗൗരി നന്ദനയുടെ ഈ വാടക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഹാളിൽ ആദ്യം കാണുന്നത് 2 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ കുഞ്ഞിന് 11 വയസ്സല്ലേ, 11 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനായ തൻ്റെ അച്ഛൻ്റെ മാലയിട്ട ആ ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. ഗൗരി നന്ദനയുടെ അമ്മ മിനിച്ചേച്ചി മുമ്പ് നമ്മുടെ പള്ളി വന്നിട്ടുണ്ട്, ചെറിയ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു കിടപ്പ, ഒരു ദിവസമെങ്കിലും സമാധാനത്തോടുകൂടി സ്വന്തമായി ഉണ്ടാക്കിയ ഒരു വീട്ടിൽ കിടക്കണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മളൊക്കെ ചേർന്ന് നിന്നാൽ അതൊക്കെ സാധ്യമാകും. ഇപ്പോൾ ഈ മോള് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട, പക്ഷേ സ്വന്തമായി അധ്വാനിക്കാൻ, സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് കടയിട്ട് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഇവരെ വീട്ടിൽ വന്നപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് അത് മാത്രം കൊടുത്താൽ പോരാ, ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കും. മിനി ചേച്ചിയുടെ അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. മിനി ചേച്ചിക്ക് പറയാനുണ്ട്. എന്താണ് ചേച്ചിയുടെ ആഗ്രഹം? ചേച്ചി എന്നോടൊന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ആഗ്രഹം വെച്ചാൽ, ഇപ്പം ഞാൻ 10-26 വർഷമായിട്ട് വാടക വീട്ടിൽ തന്നെയാണ്. എല്ലായിടത്തുനിന്നും ഇറക്കി വിടും. ഞാൻ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഇറങ്ങി പോയതാണ്. ഈ വീട്ടുകാരൻ തന്നെ ഇറക്കി വിട്ടിട്ട് 10-16,000 രൂപ സംഘടിപ്പിച്ച് കൊടുത്ത് വീണ്ടും കയറിയതാണ്. ഇപ്പം വീണ്ടും കുടിശ്ശികയാണ്. എനിക്ക് ഇനിയെങ്കിലും ഇപ്പം എനിക്ക് എത്ര നാള് എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ മരുന്ന് കഴിക്കാൻ നിവർത്തിയില്ലാണ്ട് മരുന്നിന് പോകുന്നില്ല. ശ്വാസം മുട്ടുന്നുണ്ട്. എൻ്റെ വയറ്റിനാണ് എനിക്ക് പ്രശ്നം. സംസാരിക്കണ്ട, ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. അപ്പൊ അത്രയും ദയനീയമായ അവസ്ഥ, ലിവർ പേഷ്യന്റ് കൂടെ കംപ്ലൈന്റ് ആണ്. അപ്പം എന്തായാലും നിങ്ങളൊക്കെ കാരുണ്യസ്പർശികളായ മനുഷ്യർ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു വിചാരിക്കുന്നു. താഴെ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര, ഈ അവസരത്തിൽ എത്ര ചെറുതാണെങ്കിലും അത് വളരെ വലുത് തന്നെയാണ്. അപ്പൊ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അകാലത്തിൽ മരിച്ചുപോയ അവരുടെ അച്ഛൻ്റെ ഫോട്ടോ തന്നെയാണ് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമുക്കും അതുപോലെ തന്നെ ഉസ്താദിനും കാണാൻ വേണ്ടി സാധിച്ചത്. അത് തന്നെ ഉസ്താദിന് വലിയ സന്തോഷം പകർന്നു. കാരണം ഇന്നത്തെ കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം, അതങ്ങോട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അതിലെടുത്ത് പറഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പിഞ്ചു മോളുടെ ഒരു ആവശ്യം തീർച്ചയായിട്ടും ഉസ്താദ് സ്നേഹപൂർവ്വം പരിഗണിക്കുകയാണ്. ഉസ്താദ് ആ ചെറിയൊരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങളും എല്ലാമായിട്ടാണ് ആ വീട്ടിലേക്ക് പോയത്. പക്ഷേ അവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ നമ്മുടെ ഉസ്താദിന് തോന്നുകയാണ് ഇതുകൊണ്ടൊന്നും ഇവരുടെ ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പൂർത്തതി ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയാണ്. അൻസാർ സുഹരി ഉസ്താദ് തീർച്ചയായിട്ടും ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം ആ കുടുംബത്തിന് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളാണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. ഇതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ യാതൊരു വകഭേദവുമില്ല. അർഹിക്കുന്ന ആളുടെ കൈകളിലേക്ക് സഹായങ്ങൾ എത്തിച്ചേരണം. അതാണ് സേവനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത്തരത്തിൽപ്പെട്ട ആരാണോ അവിടെ എവിടെയാണോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അവിടെ നമ്മളത് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതൊരു കർമ്മവും അതുപോലെ തന്നെ ഒരു സേവനവും അതുപോലെ തന്നെ ഒരു നല്ല പ്രവൃത്തിയും സൽക്കർമ്മവുമായിട്ട് അത് മാറുന്നുള്ളൂ. അതിന് നമ്മൾ ജാതിയോ മറ്റു കാര്യങ്ങളൊന്നും ഒരു വരമ്പാക്കി വെക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും എല്ലാം തന്നെ ഒരു പടവൃക്ഷം പോലെ ഇങ്ങനെ പടർന്ന് പന്തലിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ചെറിയ മനസ്സ് നമ്മളൊന്ന് വലുതാക്കിയാൽ മാത്രം മതി. അതാണ് ഉസ്താദ് അവിടെ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗൗരി നന്ദന എന്ന് പറയുന്ന ആ മകളുടെ ഒരു നന്ദി പറച്ചിൽ ഒരു വോയിസ് കൂടി കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സ് നിറയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ ഉസ്താദിന് പഠിച്ച തമ്പുരാൻ ഇനിയും മാഫിയത്ത് നീട്ടിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല കൈകളിലേക്ക് തീർച്ചയായിട്ടും അർഹിക്കുന്ന സഹായം ചെയ്തു കൊടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയണം. നമ്മെപ്പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ അതൊരു 50 രൂപയായാലും 100 രൂപയായാലും തീർച്ചയായിട്ടും ഈ മോളുടെ തീർച്ചയായിട്ടും ആവശ്യത്തിലേക്ക് നമ്മൾ കൊടുക്കുകയും വേണം. എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു കൂലി കിട്ടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. അതിൽ ജാതിയോ മതമൊന്നും നമ്മൾ നോക്കണ്ട. തീർച്ചയായിട്ടും അത്തരം അർഹിക്കുന്ന കൈകളിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു അംഗീകാരം കിട്ടുക തന്നെ വേണമെന്ന് ഞാൻ പറയുകയാണ്. ഇനി ഗൗരി നന്ദന എന്ന് പറയുന്ന 13 വയസ്സുകാരി ഉസ്താദ് ചെയ്ത ഈ പ്രവർത്തനത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊരു വോയിസ് ഉണ്ട്. തീർച്ചയായും അത് കേട്ടാൽ നിങ്ങളെ കണ്ണ് നിറഞ്ഞു പോകും. നമുക്കതൊന്ന് കേൾക്കാം. ഉസ്താദെ വളരെ നന്ദിയുണ്ട് കേട്ടാ. ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു കടയിടാനും പറ്റി. ഞങ്ങളുടെ കുറേ കാലത്തെ സ്വപ്നമായിരുന്നു ഒരു സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന്. അപ്പം അതും നടന്നു. ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്കും എനിക്കുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു കിട്ടി. ഒരുപാട് നന്ദിയും കടപ്പാടും നിങ്ങളോടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചതിന്. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും വലിയ നല്ല സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ കൂടെ നിന്നതിനും ഞങ്ങൾക്ക് ആ കാര്യമൊക്കെ ചെയ്തു തന്നതിനും. ഇപ്പം കുറച്ചാണെങ്കിൽ കുറച്ച് എനിക്ക് സമ്പാദിക്കാൻ പറ്റിയൊരു കുഞ്ഞു കട ഇട്ട് തന്നതിനും വളരെ നന്ദി. ഞങ്ങൾക്കിപ്പോൾ 3 സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടും കൂടെ വെച്ച എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടെ. ഞങ്ങളെ സഹായിച്ച ഉസ്താദിനും ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. ഉറപ്പാണ്. കരച്ചിലും സന്തോഷം എല്ലാം കൂടെ വന്നിട്ട് എന്തെടുക്കുക. എല്ലാ പിള്ളേർക്കും സ്വന്തമായിട്ട് വീടുണ്ട്. അവരുടെ കൂട്ടത്തിൽ എനിക്കും കൂടെ ഒരു വീടാകാൻ പോകണമെന്ന് എനിക്കത് പറയാനേ പറ്റണില്ല. ഇപ്പോഴും ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ സ്വപ്നമാണോ എന്നെനിക്കത് തോന്നില്ല. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. ഉസ്താദിനും ജനങ്ങൾക്കും ഉസ്താദിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയുടെ വാക്കുകളും അതുപോലെ തന്നെ സഹോദരിയുടെ വാക്കുകളെല്ലാം നിങ്ങൾ കേട്ട് കാണും. ഈ അമ്മ ഒരു ലിവർ പേഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ മോളും സൂക്കേടുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ അവരുടെ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം എന്നെ ഒന്ന് സഹായിക്കണമെന്നല്ല, എനിക്ക് ജോലി ചെയ്യാനുള്ള ചെറിയൊരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഗൗരി നന്ദന എന്ന് പറയുന്ന 13 വയസ്സുകാരി അൻസാർ സൂരി ഉസ്താദിനോട് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞതുപോലെ പൂവ് ചോദിച്ചപ്പോൾ അൻസാർ സൂരി ഉസ്താദ് ഒരു പൂക്കാലം സമ്മാനമായിട്ട് കൊടുത്തു. ഒരിക്കലും ആ കൊടുത്തു പോയത് തീർച്ചയായിട്ടും
കുറഞ്ഞു പോയില്ല എന്നുള്ളത് അൽഹംദുലില്ലാ നല്ല ഒരു റാഹത്തായ തീർച്ചയായിട്ടും നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ അയൽവക്കത്തും നമ്മുടെ നാട്ടിലും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ആൾക്കാരും തീർച്ചയായിട്ടും തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കുടുംബത്തിനെ ചേർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മരണവും അതുപോലെ തന്നെ അസുഖങ്ങളും എല്ലാം തന്നെ നമുക്ക് ഭേദമാക്കാൻ വേണ്ടി സാധിക്കും. ഒരു 50 രൂപ എടുത്ത് കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ കീശയിലോ നിങ്ങളെ ബാങ്ക് ബാലൻസിലോ ഒന്നും തന്നെ ഒരു കോട്ടവും തട്ടാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ 1 ലക്ഷം ആൾക്കാർ അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സഹോദരിക്ക് ഇപ്പോൾ 3 സെൻറ്റ് സ്ഥലം കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം നിങ്ങൾ ആലോചിക്കണം. നമ്മളൊക്കെ ചിലപ്പോൾ 30 ചിലപ്പോൾ 3 ഏക്കറയും സ്ഥലത്തിലായിരിക്കും വീട് വെച്ച് താമസിക്കുന്നത്. ആ 3 സെൻറ്റ് കിട്ടിയപ്പോൾ ആ മകളുടെ സന്തോഷം തീർച്ചയായിട്ടും ഒരു ലോകം തന്നെ കീഴടക്കിയ സന്തോഷമാണ്. ആ സന്തോഷത്തിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആ സന്തോഷം മാത്രം മതി. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സഹോദരി പറയുന്നുണ്ട്, എൻ്റെ ഊണിലും ഉറക്കിലും അതുപോലെ തന്നെ ദൈനംദിന എല്ലാ ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഉസ്താദിനെയും കുടുംബത്തിനെയും ഈ പൈസ തന്ന എല്ലാവരെയും എന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന മാത്രം മതി. തീർച്ചയായിട്ടും ദൈവം സർവ്വശക്തനാണ്. അദ്ദേഹം എല്ലാം കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്ന മനുഷ്യനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ സഹായങ്ങൾ തീർച്ചയായിട്ടും അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ വേണം. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു നല്ല കാര്യം ചെയ്ത അൻസാർ സൗരി ഉസ്താദിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ സർവ്വശക്തൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ആയുസ്സുമെല്ലാം നീട്ടിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.